അടുത്ത LDC ആവാറായി, പഠിച്ചു തുടങ്ങണ്ടേ? എൻ്റെ പൊന്നടാവേ, ഇത്ര നേരത്തെ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല. പരീക്ഷയ്ക്ക് ഒരു 6 മാസം മുന്നേ ഏതെങ്കിലും ഒരു കോഴ്സ് ഓൺലൈനാ ഓഫ്ലൈനോ എടുത്ത് പഠിച്ചാൽ മതി, സെറ്റാണ്. ഈ ചിന്ത, ഈ ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എടാ, നമ്മുടെ മുമ്പിലൂടെ, നിങ്ങളുടെ മുമ്പിലൂടെ വിജയം നേടാനാകാതെ കടന്നുപോയ എത്ര PSC പരീക്ഷകളുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനെല്ലാം കാരണം ഈ ഒരൊറ്റ ചിന്തയാണ്. ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്കെന്നല്ല, ലോകത്തിലെ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. മാറണ്ടേടാ, മാറി ചിന്തിക്കണ്ടേ. ഇനിയെങ്കിലും രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം, രക്ഷപ്പെടും. അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങണമെന്നല്ല. എനിക്ക് പഠിക്കാൻ, എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക. വർഷങ്ങളുടെ കണക്കെടുത്ത് പരീക്ഷ അടുക്കുമ്പോൾ പഠിക്കാൻ പോകുന്നവരിൽ ഒരാളാകാൻ നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ അതിന് നിങ്ങളെ സമ്മതിക്കില്ല. കാരണം എനിക്കറിയാം, ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ചാകര പോലെ വിദ്യാർത്ഥികൾ തേടിയിറങ്ങും. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ കുറെ കോഴ്സുകളുമായിട്ട് ഇറങ്ങും. എടാ, ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച്, നിങ്ങൾക്ക് അത്രയും തീവ്രമായൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം എന്ന് പറയുന്നത് അവസാന നിമിഷങ്ങളിൽ നേടാൻ വേണ്ടി പ്രയത്നിക്കേണ്ട ഒന്നല്ല. നിങ്ങൾക്ക് അത്രമേൽ ആഗ്രഹം, അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അവസാന നിമിഷത്തെ ക്രാഷ് കോഴ്സുകൾ തപ്പിയല്ല പോകേണ്ടത്, എളുപ്പത്തിൽ പഠിക്കാനുള്ള വഴികൾ തപ്പിയല്ല പോകേണ്ടത്, ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ തേടിയല്ല ഇറങ്ങേണ്ടത്. നിങ്ങളുടെ മുമ്പിലുള്ള സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം, പഠിക്കാൻ പഠിക്കണം. എടാ, കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ ആ സമയം ഇങ്ങനെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ ഉള്ള ഒരേ ഒറ്റ കാര്യമേ ഉള്ളൂ, സമയം. ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ, രക്ഷപ്പെടും, 100% ഉറപ്പ്. മക്കളെ, ഒരുപാട് പേര് നിങ്ങളോട് ചോദിക്കും, എന്തിനാടാ ഇങ്ങനെ പഠിച്ചിട്ട്, വളരെ നേരത്തെ പഠിച്ചിട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് അങ്ങനെ പറയാനുള്ളത്, നിങ്ങൾ അവസാന നിമിഷം പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാ. എന്തിനാടാ അങ്ങനെ പഠിച്ചിട്ട്? വീണ്ടും ഒരു LDC നമ്മളെ കടന്നു പോകുന്നത് കാണാനാണോ? വേണ്ട. അത്തരത്തിലൊരാളാവാൻ, വീണ്ടും വിധിയെ പഴിച്ച് വീട്ടിലിരിക്കാൻ ആരും തയ്യാറാകണ്ട. അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന സിഗ്നൽ കിട്ടിയാൽ ഉടൻ തന്നെ കച്ച മുറുക്കി ഇറങ്ങിക്കോ, അരക്കെട്ട് മുറുക്കി ഇറങ്ങിക്കോ. കൃത്യമായിട്ടും ലക്ഷ്യം നേടിയിരിക്കും. തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ? കഷ്ടപ്പെടാനല്ല, സ്ഥിരതയോടെ മുമ്പോട്ട് നീങ്ങാൻ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എടാ, 10ാം ക്ലാസ് നിലവാരത്തിലെ ഏറ്റവും ഹൈ ഡിമാൻഡിങ് എക്സാമിൽ ഒരു എക്സാമാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മളുടെ LDC എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണത്, അല്ലേ? LDC, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നും ഇപ്പോൾ നിലവിൽ ക്ലർക്ക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട പരീക്ഷ. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10th ലെവലുള്ള ഒരാൾക്ക് സുവർണ അവസരം നൽകുന്ന ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള എക്സാം. അതായത് LD ആയി കയറി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റുകൾ എഴുതി മുമ്പോട്ട് പോയി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു തസ്തികയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പരീക്ഷ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരാൾ ഒരു പരീക്ഷ പഠിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിന് കഴിഞ്ഞ വർഷ പരീക്ഷയ്ക്ക് എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് ജോലി കിട്ടി? എടാ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ജോലി കിട്ടുന്നുണ്ട്. അതായത് സ്വപ്നം കാണാൻ മാത്രമല്ല, ആ സ്വപ്നത്തിനു വേണ്ടി അല്പമെങ്കിലും പണിയെടുക്കാൻ ആത്മാർത്ഥമായിട്ടും തുനിഞ്ഞിറങ്ങുന്ന ഒരുത്തൻ ആ ലക്ഷ്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുവൾ ആ ലക്ഷ്യം കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടേത് നിങ്ങൾ സ്വപ്നമായിട്ട് തന്നെ നിലനിർത്തി അതിനു വേണ്ടി ഒരു ചെറിയ മൊട്ടുസൂചി പോലും എടുക്കുന്നില്ല എങ്കിൽ പിന്നെ എത്ര പേർക്ക് കിട്ടി എന്ന് നിങ്ങൾ കണക്കെടുക്കാൻ പോയിട്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് കിട്ടി, അതിന് ഒഴിവില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മൾ കാലാകാലം പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ഇങ്ങനെ നിങ്ങളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ ആയിരക്കണക്കിന് പേര് വരും. പക്ഷേ അവസരങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞ് പണിയെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി പോലും മുമ്പോട്ട് വരില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നിരത്താനുള്ളത് ചില സത്യങ്ങളാണ്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം LDCയിൽ നിന്നും നിയമനങ്ങൾ പോയ കണക്കുകൾ
12,000-ലധികം വേക്കൻസികൾ, 12,000-ഓളം അടുത്ത് വേക്കൻസികൾ റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വൈസ് പോയതാണ്. നിങ്ങൾ ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിലെടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരം 1347, ആലപ്പുഴ 780, അതുപോലെ കോട്ടയം 846, പിന്നെ നമ്മുടെ ഇടുക്കി 624, പിന്നെ തൃശ്ശൂർ 1132, പിന്നെ എറണാകുളം 1294, പാലക്കാട് 1019, മലപ്പുറം 1093, കോഴിക്കോട് 1032, കാസർഗോഡ് 435. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അഡ്വൈസ് പോയിയുടെ എണ്ണം എല്ലാം കൂടെ ചേർത്ത് എല്ലാ ലിസ്റ്റ്, ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ചെണ്ണം ഞാൻ നിരത്തിയെന്നുള്ളൂ. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷ എങ്ങനെ അടിച്ചെടുക്കാം, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം ഒന്ന് മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും മക്കളെ. കാരണം നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് ഇരുന്നാൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റ്, അതായത് ഈ കഴിഞ്ഞ LDCയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിൽ വന്നത് 1/8/2025 1/8/2025 നിലവിൽ പുതിയ ലിസ്റ്റ് നിലവിൽ വന്നു. ഓക്കെ, ഇനി അത് എന്നാണ് തീരുന്നത്, അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 31/7/2028 വരെയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് അപ്പോൾ എന്താണ്, ഈ ലിസ്റ്റ് തീരുമ്പോഴേക്കും അടുത്ത പരീക്ഷയുടെ ലിസ്റ്റ് വരണം. അതായത് 31/7/2028 ആകുമ്പോഴത്തേക്കും അടുത്ത പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് ഇട്ട് അടുത്ത പരീക്ഷ നടത്തി റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് ഇട്ട് എല്ലാം തയ്യാറായിരിക്കണം അടുത്ത ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ വേണ്ടി. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിലവിലെ തീയതികൾ ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനി അടുത്ത പരീക്ഷയുടെ നടപടികൾ എങ്ങനെയാണ്? എടാ, നോർമലി PSCക്ക് അതായത് ഒരു 1.5 വർഷം ആവറേജ് കണക്കെടുത്തു കഴിഞ്ഞാൽ 1.5 വർഷം വേണം എന്ത്, ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ച് എന്നിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുത്തതിൻ്റെ കണക്കെടുത്ത് പിന്നെ പരീക്ഷ എക്സാം നടത്തി അതിനുശേഷം അതിൻ്റെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പ്രിപ്പയർ ചെയ്ത് എക്സാം നടത്തി പിന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം പ്രൊവിഷൻ ആൻസർ കീ എല്ലാം പുറത്ത് വന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിപ്പിക്കാൻ PSCയുടെ നിലവിലെ ഒരു പോക്കനുസരിച്ച് എത്രയാണടാ, 1.5 മുതൽ 2 വർഷം വരെ, അല്ലെങ്കിൽ 1.5 വർഷമാണ് ആവറേജ് എന്ന് എടുക്കുക. 1.5 വർഷം വേണം ഈ നടപടികൾ, ഈ സ്റ്റേജുകളെല്ലാം പൂർത്തീകരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത പരീക്ഷ എപ്പോൾ വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരും? എടാ, 2028 അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2027 എന്ത് നടക്കണം? പരീക്ഷ നടക്കണം. 2028 അടുത്ത ലിസ്റ്റ് വരണമെങ്കിൽ 2027 പരീക്ഷ നടക്കണം. 2027 പരീക്ഷ നടക്കണമെങ്കിൽ കണക്കനുസരിച്ച് 2026 അവസാനത്തിൽ 2026 അവസാനം എന്ന് പറയുമ്പോൾ ഒരു ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെയാണ് എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ 2026 പഠിച്ചു തുടങ്ങാമെന്ന് LDCക്ക് വേണ്ടി, LDCയുടെ പരീക്ഷയാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ, വീട്ടമ്മമാരും പ്രായം ചെന്നവരും അതുപോലെ ചെറുപ്പക്കാരായ റീസെൻ്റ്ലി പഠിച്ചിറങ്ങുന്നവരെല്ലാം ആ പരീക്ഷയാകുമ്പോൾ LDC എന്ന് പറഞ്ഞ് ഘോരഘോരം മുമ്പോട്ട് വരും. എടാ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം എന്താ പറയുന്നത്, ആ ഒരു ബാച്ചിലേക്കുള്ള തള്ളൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചേ, നിങ്ങൾക്ക് ആ പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സ്വപ്നമാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നവരെ എന്ത് കാത്തിരിക്കുകയായിരിക്കും?
ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വപ്നമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ 2006 ആവാൻ കാത്തിരിക്കുകയാണ് ഇത് പഠിച്ചു തുടങ്ങാനെങ്കിൽ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു ഒന്നില്ല മകനെ. ഇന്ന് ഈ നിമിഷം നിങ്ങൾ തുടങ്ങിയാൽ അതാണ് ഒരു സ്റ്റാർട്ട് എന്നുള്ളതുള്ളൂ. റീസ്റ്റാർട്ട് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ തുടങ്ങാൻ തയ്യാറാണോ? തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. അതിന് വേണ്ട ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഞാൻ പറയുന്നത് സാഹചര്യം, പഠിക്കേണ്ട മെറ്റീരിയലുകൾ, പഠിക്കേണ്ട രീതികൾ, ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വരുന്ന LDCക്ക് ക്രാമിംഗ് എന്ന് പറയുന്ന സാധനം വേണ്ട. ക്രാമിംഗ് എന്ന് പറഞ്ഞാൽ തിടുക്ക പഠനത്തിനെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ പറയുന്ന ഒരു ഒറ്റ ടേമാണ് ക്രാമിംഗ് എന്ന് പറയും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ടൊക്കെ നമ്മൾ പരീക്ഷയാകുമ്പം, ഓണപരീക്ഷയാകുമ്പോൾ പഠിക്കുന്നു, ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ പഠിക്കുന്നു, പിന്നെ ആനുവൽ വർഷ അവസാനമുള്ള പരീക്ഷ ആകുന്ന സമയമാകുമ്പോഴേക്കും ആ ഒരു വർഷത്തെ മൊത്തം സാധനം പഠിക്കാൻ തുടങ്ങും. എടാ, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, ഒരു മത്സര പരീക്ഷയല്ലേ? ഇവിടെ നിങ്ങൾ അവസാന നിമിഷത്തിൽ ഓടി പഠിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ലാപ്പിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ ഭാഗ്യം എന്നൊരു സാധനം മാത്രമാണ് നിങ്ങളെ തുണക്കി വരിക. അവിടെ നിങ്ങളുടെ ഹാർഡ് വർക്കിനോ നിങ്ങളുടെ കഷ്ടപ്പാടിനോ നിങ്ങളുടെ മനസാന്നിധ്യത്തിനോ ഒരു വിലയില്ല. അതൊന്നും അവിടെ ഇല്ല. നിങ്ങൾക്ക് ഭാഗ്യം, ബമ്പർ എടുത്ത്, ഓണം ബമ്പറൊക്കെ എടുത്ത് അടിക്കൂലേ, അതുപോലെ ഒരു സംഭവം, ഭാഗ്യ പരീക്ഷണം മാത്രമാണത്. നമുക്ക് ക്രാമിംഗ് പഠനം വേണ്ട. അവസാന നിമിഷം പഠിക്കുന്ന സമ്പ്രദായം നമുക്ക് വേണ്ട. ഇന്നത്തോടെ അത് നിർത്തിക്കോ. എടാ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എടുത്ത് LDCക്ക് വേണ്ട നിങ്ങളുടെ ആ സ്വപ്ന പരീക്ഷയ്ക്ക് വേണ്ടി 2 പോയിന്റ് പഠിച്ചേ, 2 പോയിന്റ് പഠിച്ചേ മതി. ആ 2 എണ്ണം മറക്കാതെ റിവൈസും കൂടെ ചെയ്യാൻ ശ്രമിച്ചേ. ആ 2 4 ആവട്ടെ, 4 10 ആവട്ടെ, 10 20 ആവട്ടെ, അങ്ങനെ കയറി വരട്ടെടാ. നിങ്ങൾക്ക് മനസ്സിലാകും മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായൊരു ലക്ഷ്യമാണ്. ടാർഗറ്റ് എന്ന് പറയും. ഏതൊരുത്തൻ വന്ന് ഉലയ്ക്കാൻ നോക്കിയാലും, ആര് വന്ന് തച്ചുടയ്ക്കാൻ ശ്രമിച്ചാലും തകർന്നു പോകാത്ത ഒരു ലക്ഷ്യം, അത്രമേൽ പ്രാണനോട് ചേർന്ന് ഇഴുകിയ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം. രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അതിനുള്ള വഴി നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ ആ വഴി നമ്മുടെ ലക്ഷ്യമാകണം. ആ ലക്ഷ്യം നമ്മുടെ ജീവിതചര്യയായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് പിന്നെ തോൽവി എന്ന് പറയുന്ന സാധനം ഇല്ല. ലക്ഷ്യമുണ്ട് എങ്കിൽ തോൽവി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ വരുന്ന LDC ആണ് എന്നുണ്ടെങ്കിൽ ആ LDC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. പക്ഷേ അതിനു മുൻപുള്ള പരീക്ഷകളെല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം. അതിനു മുമ്പുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതണം. കാരണം ആ പരീക്ഷയ്ക്ക് ജയിക്കാനോ തോൽക്കാനോ വേണ്ടിയല്ല ആ പരീക്ഷ എഴുതുന്നത്. നമ്മുടെ മെയിൻ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാമപ്പ് എന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾ, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം അപ്ലൈ ചെയ്ത പരീക്ഷകൾ എഴുതുക. അങ്ങനെ ട്രെൻഡുകൾ കൂടി മനസ്സിലാക്കുക. പുത്തൻ രീതികൾ, അതായത് നമ്മൾക്കൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക, അവൻ എങ്ങനെ ചിന്തിക്കുമെന്ന് നമ്മൾ എപ്പോഴും അറിയാൻ ശ്രമിക്കും. അവൻ്റെ തോട്ട്, അവൻ്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കില്ലേ? അതുപോലെ തന്നെ ഇവിടെ ശത്രുവായി കാണണ്ട, നമ്മൾക്ക് എതിരെ നിൽക്കുന്ന ആ പരീക്ഷയുടെ സ്വഭാവം, അതിൻ്റെ രീതികൾ മാറുന്നുണ്ടോ, എന്താണ് മാറ്റം വരുന്നത്, എന്താണ് പുതിയ രീതികൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷകൾ എഴുതണം. നമ്മളുടെ ലക്ഷ്യം ഫൈനൽ ആയിക്കോട്ടെ. LDC ആണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ആകെ എക്സാം ഹാളിൽ പോയിരുന്ന് എഴുതുന്ന പരീക്ഷ LDC ആയിരിക്കും ചിന്തിക്കരുത്. ഓരോ പരീക്ഷകളും നിങ്ങൾക്കൊരു അവസരങ്ങളാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ തേച്ചു മിനുക്കി അടുപ്പിക്കുന്ന, നിങ്ങളുടെ നിങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് പരീക്ഷകൾ എന്ന് പറയുന്നത്. അത് മാക്സിമം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ,
ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ കഴിഞ്ഞ LDC കിട്ടാത്ത അല്ലെങ്കിൽ തോൽവികൾ മാത്രം കുറച്ച് കാലമായിട്ട് നേരിടുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ച് 2-3 കാര്യങ്ങളുള്ളത്. എനിക്കിനി കൊണ്ട് വയ്യ, എനിക്കിനി പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. മക്കളെ, തോറ്റുപോയവർ അവരോട് ഞാനൊരു 3 മണിക്കൂർ ചോദിക്കുക. 12th ഫെയിൽ എന്ന് പറയുന്ന ഹിന്ദിയിൽ ഒരു സിനിമയുണ്ട്, 12th ഫെയിൽ എന്ന് പറയുന്നത്. ഈ സിനിമ ഒരു റിയൽ ലൈഫ് അടിസ്ഥാനത്തിൽ എടുത്ത സിനിമയാണ്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ്ഡ് സിനിമയുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഹിന്ദി സിനിമയാണ്, നിങ്ങൾ മലയാളത്തിൽ ഇതൊന്നും കണ്ടു നോക്കണം. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനമല്ല, അത് പുനരാരംഭിക്കാനുള്ള ഒരു പടിയാണ് എന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങൾ വീണ്ടും തുടരാൻ തയ്യാറാണോ എന്നുള്ളത്, നിങ്ങൾ വീണത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് നിങ്ങൾ വീണതാണ് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അടുത്തത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് നിങ്ങൾ വീണാൽ, അല്ലാതെ പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയിട്ട് സാറേ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ എന്താ പറയുക, സീസണൽ ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. പരീക്ഷയാകുമ്പോൾ മാത്രം ജോലി നേടണമെന്ന ആഗ്രഹം, ഓരോ പരീക്ഷയും കഴിഞ്ഞിറങ്ങുമ്പോൾ അടുത്ത പരീക്ഷ ഞാൻ പഠിക്കുമെന്ന് ആഗ്രഹം മാത്രമുള്ളവർ, അങ്ങനെയുള്ളവർ രക്ഷപ്പെടില്ല. മക്കളെ, നമ്മുടെ ആഗ്രഹം തീവ്രമായിരിക്കണം. ആ തീവ്രമായ ആഗ്രഹം നിങ്ങളിലുള്ളെങ്കിൽ നിങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയും റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട് എന്ന്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീരുമാനിച്ചോ ആ ലക്ഷ്യം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് തന്നെയാണ് റീസ്റ്റാർട്ടിന്റെ ഒരു പോസിറ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീസ്റ്റാർട്ടിനെ പറ്റി മനസ്സിലാക്കണം. ഇനി പഠനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഏറ്റവും LDCക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, പുതിയ SCRT പുസ്തകങ്ങൾ മാറിക്കഴിഞ്ഞു, പുതിയ പുസ്തകങ്ങളാണ്. കാരണം നമുക്ക് SCRTയുടെ പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പുസ്തകത്തിൽ, ആ സിലബസിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ഈ പുസ്തകത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ പുസ്തകം തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, റെഫർ ചെയ്യാൻ നോക്കുക. പുസ്തകം മാറി എന്നറിയാത്ത കുറേ ആളുകളുണ്ട്. മക്കളെ, പുസ്തകം മാറി, പുതിയ പുസ്തകമാണ്, പുതിയ കണ്ടന്റുകളാണ്. ആ വന്ന മാറ്റങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ആ പുസ്തകത്തിൽ വന്ന മാറ്റം PSC പഠനത്തിലും നിങ്ങൾ കൊണ്ടുവരണം. SCRTയിൽ എവിടെയൊക്കെയാണ് മാറ്റം വന്നതെന്ന് മനസ്സിലായെങ്കിൽ പോലും പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, അതുപോലെയുള്ള GK പോലെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സൂപ്പർ നോട്ട്സിലൂടെ അതെല്ലാം കൃത്യമായിട്ട് SCRTയുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുതിയ ബുക്ക് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് ഏറെ പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ പുതിയ SCRT ആണ് എന്നുള്ള കാര്യം. ഇനി മറ്റൊന്നുള്ളത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം നേടാൻ വേണ്ടി ഒരു ട്രിക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സെറ്റാക്കണം. സെറ്റായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. എന്ന് പറയുമ്പോൾ മലയാളം പിന്നെ ഇംഗ്ലീഷ്, മാത്സ്. കാരണം ഇതിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരാനും അതുപോലെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുമുള്ള ചോദ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമെന്ന് ഉറപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് മെമ്മിൻ്റെ അകത്തുള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതാ നോക്കുക, 20 മുതൽ 30 മാർക്ക് വരെ നിങ്ങൾക്ക് കയ്യിൽ ഭദ്രമാക്കി വെക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആശ്വാസത്തോടെ ബാക്കിയുള്ളത് പഠിക്കാം. അപ്പൊ ഏതൊരു പരീക്ഷയ്ക്ക്, PSCയുടെ ഏതൊരു പരീക്ഷ എടുത്തു കഴിയുമ്പോഴും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഉള്ള പരീക്ഷകളാണ് എങ്കിൽ അത് വൃത്തിയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ അത് ഏറ്റവും നല്ല സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1/4 അല്ലെങ്കിൽ വേണ്ട 39% എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, 39% നിങ്ങൾ സേഫ് ആണ്. അല്ലെങ്കിൽ 40% എന്ന് കൂട്ടിയാലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. LDCക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡൻ
എന്താ പറയുക റൂൾ നമ്പർ 1. ഇനി റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് പലരും ചോദിക്കും, സാറേ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. എടാ നമ്മളെന്താ എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോൾ വളരെ ബേസിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് എന്താ ഏറ്റവും നല്ല ടോപ്പിക്ക് വരും. അങ്ങനെ ബേസിൽ നിന്നും പഠിച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് തീർത്താൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാവും അല്ലേ? അങ്ങനെയല്ല, വെയിറ്റേജ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കൂടുതൽ മാർക്ക് സിലബസ് എടുത്ത് വെച്ച് നോക്കുക. കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണോ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന രീതി കൊണ്ടുവരിക. ഓക്കെയാണ്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊന്ന്, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഭരണഘടന എടുത്താൽ ഒരുപാട് പഠിക്കേണ്ടി വരും. എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കുറെ പഠിക്കേണ്ടി വരും. എക്കണോമിക്സ് അതിനും കുറവ് പഠിച്ചാൽ മതി. രണ്ടിനും 5 മാർക്ക് വെച്ചാണ്. അപ്പൊ ആദ്യം എക്കണോമിക്സ് തീർക്കണം. ഇനി മറ്റൊന്ന്, കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലും വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 1 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, 2 കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ കുറവ് പഠിച്ചു കൂടുതൽ മാർക്ക് കിട്ടുന്നതും കൂടുതൽ മാർക്ക്, വളരെ കൂടുതൽ മാർക്ക് തരുന്നതുമായിട്ടുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഇനി മറ്റൊന്ന്, ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എൻ്റെ പഠനത്തിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക മക്കളെ, നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങളുടെ പഠനം പൂർത്തിയായിരിക്കണം. നിങ്ങളുടെ പഠനം പൂർത്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്താ 1 or 2 തവണ പൂർത്തീകരിച്ചിരിക്കണം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഓരോ ദിവസവും നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയുള്ളതാണ്, പുതുതായി പഠിക്കാനല്ല. ആ പഠിച്ച കാര്യങ്ങളെല്ലാം എത്ര തവണ റിവൈസ് ചെയ്യാവോ അത്ര തവണ റിവൈസ് ചെയ്യുക. ഓർമ്മിച്ച്, ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചിരിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക. ഇവിടെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ബുദ്ധിയല്ല, അതായത് PSCക്ക് വേണ്ടത് നിങ്ങളുടെ ബുദ്ധിയല്ല. നിങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് ഫാക്റ്റുകൾ ഓർത്തിരിക്കുന്നു, ആ പരീക്ഷയുടെ ആ സമയം വരെ ഓർത്തിരുന്നാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് രീതികളും അവലംബിക്കാം. ഞാൻ ഇന്ന രീതി എന്ന് പറയുന്നില്ല. ആ റൊട്ടീൻ, ആ ഒരു കൾച്ചർ കൊണ്ടുവരിക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നോക്കണം, ഇപ്പൊ 2025, 2026 നവംബർ ആകുമ്പോഴേക്കും നിങ്ങൾ ആ പഠനം മുഴുവൻ നിങ്ങൾക്ക്, അതായത് ആ സിലബസ് നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സിലബസിൽ ഇനി വേണ്ട ഒരു 90 മാർക്കിനുള്ള സാധനം നിങ്ങൾ കണക്കുകൂട്ടി വെയിറ്റേജ് നോക്കി 80 മുതൽ 90 മാർക്കിനുള്ള സാധനങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിരുന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി പഠിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടാൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച സാധനം ഒരിക്കലും കൈവിട്ട് പോകാൻ പാടില്ല. ഇതിങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പറയുക പൂർണ്ണമായിട്ട് സിലബസ് തീർക്കണമെന്നാണ്. പക്ഷെ ഇനി ഇങ്ങനെ പഠിച്ചാൽ കൂടി ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചതൊന്നും കൈവിട്ട് പോകാൻ പാടില്ല. ഓക്കെ ആണല്ലോ? ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് മുന്നേ പരീക്ഷ. ഇതെന്തിനാണെന്നറിയോ? അതായത് നിങ്ങൾക്കറിയാം ഈ പരീക്ഷയിലെ വില്ലൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇവനെ കുറയ്ക്കാൻ, ഇവനെ ഒഴിവാക്കാനുള്ള മെത്തേഡുകൾ, ഇവനെ ഒഴിവാക്കാനുള്ള രീതികൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് സഹായിക്കുന്നത് എപ്പോഴും മോക്ക് എക്സാമുകൾ അല്ലെങ്കിൽ മോഡൽ എക്സാമുകളാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പം ആ പഠിക്കുന്ന ടോപ്പിക്ക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പഠിച്ചുവെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്ത് അത് റിവൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അതങ്ങ് സെറ്റാക്കുക. ഓരോ ടോപ്പിക്കുകളും തീർക്കുന്നതിനനുസരിച്ച് ആ ടോപ്പിക്കിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇനി വീക്കലി എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാഴ്ച പഠിച്ച ആ ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തി ഒരു പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഒരു എക്സാം പോലെ തന്നെ അങ്ങ് എഴുതിക്കൊള്ളുക. ഇനി അതിനുശേഷം നിങ്ങൾ തുടക്കത്തിൽ ഒരു മോക്ക് എക്സാമും ഒരു PYQവും കൂടെ വെച്ച് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് പഠിക്കാൻ,
ടൈം മാനേജ്മെന്റ് പഠിക്കാനും പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി, ഇനി PYQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്നും ഇപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നും പുതിയ പരീക്ഷകളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഈ PYQ എന്ന് ഞാൻ പറയുമ്പോൾ 10 വർഷം പിന്നോട്ടെന്നല്ല പോകേണ്ടത്. നിങ്ങൾ ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന പരീക്ഷ എടുത്തു നോക്കുക, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അവിടെ നിന്ന് പുറകോട്ട് ചെയ്ത് വരിക. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും ചെയ്യുമ്പോൾ ടൈമും ട്രെൻഡും മനസ്സിലാകും. ഇനി അതിനോടൊപ്പം തന്നെ നെഗറ്റീവുകൾ ഒഴിവാക്കാൻ, നിങ്ങളുടെ ആൻസറിൽ നെഗറ്റീവുകൾ വരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് അപാകത വരുന്നതെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാപ്തരാകണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫൈനലി പാൽത്തു ജാൻവറില് ഷമ്മി തിലകം പറയുന്ന ഒരു കാര്യമുണ്ട്, എവരിതിങ് ഈസ് ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരുത്തൻ ചോദിച്ചു തുടങ്ങും, എടാ ഇത്രയൊക്കെ കഷ്ടപ്പെടണോ, നിങ്ങൾ ഒരു സിനിമ കണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊന്നും നീ ബുദ്ധിമുട്ടണ്ട, ഇതൊക്കെ സുഖമായിട്ട് നിനക്ക് എടുക്കാൻ പറ്റും, നീ ഒന്ന് റിലാക്സ് ചെയ്ത് പഠിച്ചോ എന്നൊക്കെ ചോദിച്ചു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു യുദ്ധം, ഒരു വാഗ്വാദം നടക്കാൻ തുടങ്ങും. മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടറുകൾ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയും. അവഗണിച്ച് വിടുക, പുച്ഛിച്ച് വിടുക. നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ആ സ്വപ്നത്തെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, മനസ്സിലിട്ട് അത് കൊണ്ട് നടക്കുക. ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിൽ ആ ദിവസം ആ ടാഗ്, കേരള സർക്കാരിന്റെ ടാഗ് കഴുത്തിൽ കയറുന്ന ദിവസത്തെ മനസ്സിൽ ചിന്തിക്കുക. എവരിതിങ് ഈസ് ഓക്കെ എന്ന് പറയുന്നത് പോലെ എനിക്കിത് നേടാൻ കഴിയും, ഇത് എനിക്കുള്ളതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ വരുമ്പോൾ ഹാർഡ് വർക്ക് എന്നൊരു സാധനം അവിടെ വേണ്ടി വരില്ല. ഹാർഡ് വർക്കോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ, ചെയ്തോ, കുഴപ്പമില്ല. ഒരു ദിവസം ഒരു 10 മിനിറ്റ് വെച്ച് തുടങ്ങി നോക്കടാ. ഒരു ദിവസം 10 മിനിറ്റ് മാറ്റി വെക്കാനില്ലേ? ആ എക്സ്ക്യൂസുകൾ പറഞ്ഞാൽ ലൈഫ് മൊത്തം എക്സ്ക്യൂസാ പറയുന്നത്. മരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയോ, അയ്യോ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ ഹൈ ക്വാളിറ്റി ഫയർഫോഴ്സോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സമ്പ്രദായങ്ങളോ വന്നില്ല, അതുകൊണ്ട് ആ കച്ചിത്തുരുമ്പിന് എനിക്ക് പിടിക്കാൻ പറ്റില്ല, വള്ളി പിടിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾ പറയോ? ഇല്ല. മരിക്കാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, പഠിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും സമയം നിങ്ങൾക്ക് കിട്ടും, ഒരു 10 മിനിറ്റ് അവിടെ പിടിച്ചു തുടങ്ങിക്കോണം. എടാ, സമയം നന്നായി ഉപയോഗിക്കാൻ അറിയാത്തവരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതായി വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സമയത്തെ നമ്മൾ അവഗണിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട വന്നിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ സ്മാർട്ടായിട്ട് സ്ട്രെസ് ഇല്ലാതെ കൂളായി പഠിച്ചിട്ടുണ്ട്. സ്മാർട്ട് വർക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വരുന്ന LDC പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലെ ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഉറച്ച് തീരുമാനമെടുത്തുവെങ്കിൽ നിങ്ങൾക്കിനി വേണ്ടത് കൺസിസ്റ്റന്റ് ആണ്, സ്ഥിരത. അതായത് നമ്മളുടെ മുമ്പിലുള്ള സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ഒരു സ്റ്റഡി പ്ലാനും ഒരു സ്ട്രാറ്റജിയോടും കൂടി നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് നൽകിക്കൊണ്ട് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മെന്റർ, ഒരു ദിശ കാട്ടി, ഒരു വഴികാട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത്. സൂപ്പർ നോട്ട്സിലൂടെ എനിക്കറിയാം, എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും, സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണ്. യെസ്, നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച്, LDC ഫൗണ്ടേഷൻ ബാച്ചിലൂടെ ഇത്തവണ നിങ്ങളായിരിക്കണം റാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുമ്പോൾ അതിലൊരാൾ നിങ്ങളായിരിക്കണമെന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ LDC ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് വരാം. പഠിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് പറയുക മാത്രമല്ല,
പഠിക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ദിവസേന നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന, അല്ലാതെ പരീക്ഷയാകുമ്പോൾ ഒരു 6 മണിക്കൂറിൻ്റെ ക്ലാസ് വന്നിട്ട് ആ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മൂടും തട്ടിപ്പോകുന്ന സമ്പ്രദായമല്ല. നിങ്ങൾക്കൊരു ദിവസം എത്ര പഠിക്കാൻ കഴിയുമെന്ന്, ആവറേജ് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ തുടക്കത്തിൽ നൽകുന്ന ഫൗണ്ടേഷൻ ബാച്ച്, അതിനുശേഷം നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് എക്സാമുകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞ് അതിൻ്റെ ഹയർ ആയിട്ടുള്ള രീതികളിൽ, ബാക്കിയുള്ള രീതികളിൽ പരീക്ഷയുടെ രീതികൾ മനസ്സിലാക്കി ഒരു പഠന രീതി തരുന്ന ഒരു പഠന സഹായി ആണ് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇനി മുമ്പിലുള്ള ഒരു നിമിഷം പോലും കളയരുത്. ഏറ്റവും മനോഹരമായി പഠിച്ചുകൊണ്ട് നമുക്ക് ഇനി വരുന്ന LDC അടിച്ചെടുക്കാം. എല്ലാ മക്കൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ സ്നേഹത്തോടെ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞങ്ങൾ കാത്തിരിക്കുന്നു. സ്വപ്നത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സപ്പോർട്ടാകാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. വീണ്ടും കാണാം. ഉള്ളിലെ തീ കെട്ടുപോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന മൊമെന്റിൽ ജയിക്കണമെന്ന തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.